തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നാം പഠിച്ചിട്ടുണ്ട്, സുവിശേഷം കേൾക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്ത നമ്മളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രിതരാകുമ്പോൾ ഈ നമുക്ക് ഉത്കൃഷ്ടമായ ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വർഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്രകാരം ഓരോ ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ദൈവം ഈ സഭയെ പണിതുയർത്തിയത്. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ദാനങ്ങൾ നൽകി, അല്ലേ? അപ്പസ്തോലന്മാരാകാൻ, അതേപോലെ ഒന്നാമത് അപ്പസ്തോലന്മാർ, അവർക്ക് പ്രവചനവരം, അവർക്ക് ഭാഷാവരം, വ്യാഖ്യാനത്തിനുള്ള വരം, അതേപോലെ രോഗശാന്തിക്കുള്ള വരം, വിവേകത്തിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ വചനം. ഇപ്രകാരം ദൈവം ദാനങ്ങൾ നൽകി ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം നൽകിയിട്ടാണ് ഇവിടെ ഒരു സഭയെ പണിതുയർത്തിയത്. അതേപോലെ തന്നെ ഇന്നും അതേ ദാനങ്ങൾ ആത്മാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ സഭയിൽ അംഗമാകുന്ന ഓരോരുത്തർക്കും ഓരോ ദാനങ്ങൾ ആത്മാവ് നൽകുന്നു. ഇപ്പോൾ അപ്പസ്തോലൻ്റെ ആ തീഷ്ണതയിൽ ഈ പ്രവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ കാര്യങ്ങളല്ല. ആ അപ്പസ്തോലൻ അന്ന് പറഞ്ഞ അതിൻ്റെ യഥാർത്ഥമായ വ്യാഖ്യാനങ്ങൾ പ്രവചിക്കുക, വ്യാഖ്യാനിക്കുക, ജ്ഞാനത്തിൻ്റെ വചനം, അല്ലേ? അതിനിടയന്മാർ, ഉപദേഷ്ടാക്കൾ, അങ്ങനെ ആ സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാർ, ഉപദേഷ്ടാക്കൾ, ഇടയന്മാർ എന്ന് പറഞ്ഞിങ്ങനെ, അല്ലേ, ഭരണകർത്താക്കൾ, അങ്ങനെ സഭയെ പണിയുമ്പോൾ അവർക്ക് ഓരോ ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതേപോലെ ഇന്നും ഈ സഭയിൽ ആയിത്തീരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവാകുന്ന സഭയിലായിത്തീരുമ്പോൾ ഓരോരുത്തർക്കും ഇന്നും ഓരോ ദാനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു എന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ വിശ്വാസത്താൽ നീതീകരണം, ഈ സുവിശേഷത്തിലുള്ള വിശ്വാസത്താൽ ഈ ആത്മാവിൽ ലഭിച്ച് ഇവിടെ ഓരോരുത്തരും ആ സഭയിലെ ആ ശരീരത്തിൻ്റെ അവയവങ്ങളാകുകയാണ്. സഭയുടെ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ, അല്ലേ? അവർക്ക് ഓരോ ദാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് അപ്പസ്തോലൻ പറഞ്ഞത്. അല്ലേ? ചിലർക്ക് വിശ്വാസത്തിനുള്ള വരം, അല്ല, ഇവിടെ വിശ്വാസം, ഇവിടെ ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ വിശ്വാസിയാകണമെന്ന് പറഞ്ഞിറങ്ങിയാലാകുന്നതല്ല, ദൈവം ആകർഷിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ നോക്കാം, അപ്പോൾ രോഗശാന്തിക്കുള്ള വരം എന്ന് പറഞ്ഞിട്ടിപ്പോൾ ആ അപ്പസ്തോലന്മാർ സഭയിൽ പണിയുന്ന കാലത്ത് അവർ കൈകൾ കൊണ്ട് നേരിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഇവിടെ ആ രോഗശാന്തിക്കുള്ള വരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാം സുവിശേഷത്താലാണ്, അല്ലേ? നാം ഒരുവന് സുവിശേഷം പകർന്നു കൊടുക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഈ വചനം, സുവിശേഷത്തിൻ്റെ വചനം വന്നു കഴിയുമ്പോൾ, അല്ലേ, അവിടെ ഈ രോഗശാന്തി അവിടെ തന്നെ സംഭവിക്കുകയാണ്. അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടുന്നുണ്ട്, അല്ലേ? അത് ഒരുവൻ്റെയും കരങ്ങളുടെ പ്രവർത്തികളല്ല, അല്ലേ? ആ സുവിശേഷം ഒരുവൻ്റെ ഹൃദയത്തിൽ ചെന്ന് വസിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, അത് ഈ വചനത്തിൻ്റെ ശക്തിയാണ്. ഈ വചനം അവനിൽ ശക്തിയായി നിലകൊള്ളുന്നു. അവൻ വചനത്തിലായിരിക്കുമ്പോൾ അവൻ്റെ എല്ലാവിധ അത്ഭുതങ്ങളും അവനിൽ നടക്കും. ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ കരങ്ങളുടെ പ്രവൃത്തിയല്ല, ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ യേശു കർത്താവാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അവിടെ എന്താണ് പരിശുദ്ധാത്മാവ് മുഖേന? പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടുമല്ല, അല്ലേ, ഈ വിശ്വാസത്താൽ, സുവിശേഷത്തിലുള്ള വിശ്വാസത്താലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവാത്മാവ് മുഖേനയുള്ളവരും ശപിക്കപ്പെട്ടവരാണെന്ന് പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് എന്ന് ഒരിക്കലും പറയില്ല. ഇതെല്ലാം ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് എന്നേ പറയൂ, അല്ലേ? ഈ ആത്മാവ് ലഭിക്കുന്നതോ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അസുവിശേഷ പ്രസംഗത്തിൻ്റെ കേൾവിയിൽ നിന്നും. നാം മനസ്സിലാക്കണം, നമ്മളിപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ഈ വചന ശുശ്രൂഷയാൽ, ഇത് ആത്മീയ ശുശ്രൂഷയാണ്. ഈ ആത്മീയ ശുശ്രൂഷയാൽ നാം ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ശുശ്രൂഷയാണിത്. ഇവിടെ ഈ ആത്മാവിൽ, ഈ സുവിശേഷത്തിൽ നാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. ഇത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അതിന് ഉദാഹരണം പറയുന്നത്, അല്ലേ, ശരീരത്തിൽ അനേക അവയവങ്ങളുണ്ട്, അല്ലേ? ഈ ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം ചേർന്ന് ഒരു ശരീരമായി തീരുന്നു. ആ ഒരു ഉദാഹരണം വെച്ചിട്ട് പറയുകയാണ്, അതേപോലെയാണ് ക്രിസ്തുവും.
ഇവിടെ ക്രിസ്തു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ശരീരത്തിൽ ക്രിസ്തു ആയിരിക്കുന്നു, ആ ശരീരമാണെന്നല്ല അല്ല. ഇവിടെ ക്രിസ്തു എന്ന് പറയുന്നത് അല്ലയാ ഒരു അവയവത്തിൽ എല്ലാ അവയവങ്ങളും കൂടി ഒരു ശരീരമായിരിക്കുന്ന പോലെ അല്ലയാ ക്രിസ്തു എല്ലാവരുമാകുന്ന എല്ലാ മനുഷ്യരുമാകുന്ന നമ്മളെല്ലാവരും അവൻ്റെ അവയവങ്ങളായി തീരുന്ന ആ ക്രിസ്തുവിലായിരിക്കുന്ന അതിനെയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അല്ല, ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഇവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, നമ്മളെല്ലാവരും അവൻ്റെ അവയവങ്ങളാണ്. ഇവിടെ അപ്പോസ്തലൻ പഠിപ്പിച്ചത് നമ്മളിത് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനാൽ ആത്മീയ ദാനങ്ങൾ ലഭിച്ചുകൊണ്ടാണ് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ്റെയും ഒരു കൈകൾ കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ടാണെന്ന് പൗലോസിലേക്ക് പഠിപ്പിക്കുന്നില്ല. ഇനി ഇതെങ്ങനെയാണ് നാം ക്രിസ്തുവിൽ ആയിത്തീരുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ അല്ലേ. അപ്പോൾ ഒരേ ആത്മാവിലാണ് അല്ലേ ആത്മാവിൽ ലഭിക്കുന്നത് സുവിശേഷ പ്രസംഗത്താൽ. അങ്ങനെ ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു അല്ലേ. ഈ ക്രിസ്തുവിൻ്റെ ആ ശരീരത്തിൻ്റെ ഭാഗങ്ങളാകാൻ വേണ്ടി നാം ജ്ഞാനസ്നാനമേറ്റു. അതാണ് സുവിശേഷം അല്ലേ. ഇവിടെ ആ സുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രസംഗം അത് നാം ഏറ്റു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ ഇവിടെ ഈ ക്രിസ്തുവിൻ്റെ ഏക ശരീരമാകാൻ. ഇവിടെ ഇപ്പോൾ പൗലോസ്ലീഹ പറയുന്ന ആ സുവിശേഷത്താൽ ഇവിടെ യഹൂദൻ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ഉള്ള ആ യഹൂദനായാലും ഗ്രീക്കുകാരനായാലും ആദിമകൾ ആരായാലും ഇല്ല, ഇവിടെ അവൻ്റെ ശരീരമാകാൻ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനസ്നാനത്താൽ എന്താ നമുക്ക് അവൻ്റെ ശരീരമാകാം അല്ല. ഇവിടെ ഊരാനുഷ്ഠാനവുമില്ല, അവിടെ അനുഷ്ഠാനങ്ങളെ പിന്തുടരുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷേ ഇവിടെ ഈ സുവിശേഷത്താൽ നമുക്ക് അവൻ്റെ ശരീരമാകാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. ഇവിടെ ഉദാഹരണം എന്താണ് എന്താ, ഒരു ശരീരമെന്ന് പറഞ്ഞാൽ ഒരവയവമല്ല, പലത് ചേർന്നതാണ്. ഇപ്പോൾ കൈയില്ലാത്തതിനാൽ കാല് വരാണ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമോ? ഇല്ല അല്ലേ. കണ്ണിന് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമോ? ഇല്ല. ഒരു അവയവം വേദനിക്കുമ്പോൾ എല്ലാ അവയവവും വേദനിക്കുന്നു. അതാണ് ഒരു ശരീരത്തിൻ്റെ പ്രത്യേകത. ഇതേപോലത്തെ ഉള്ള ഒരു തീഷ്ണതയാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ ഈ സഭയുടെ അംഗമായിരിക്കുന്നവർ അല്ലേ. അവിടെ ഒരു അവയവത്തിന് അവർ നിങ്ങളൊരു സഭയാണെങ്കിൽ നിങ്ങളിൽ ഒരവയവവും മറ്റൊരു അവയവത്തിന് ഒരു വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം വേദന അനുഭവിക്കും അല്ലേ. ഒരു ശരീരത്തിൽ എങ്ങനെയാണോ അതേപോലെയുള്ളൊരു ബന്ധമാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളുള്ള ബന്ധമല്ല, അതിനേക്കാളുമൊക്കെ തീഷ്ണതയേറിയ ഒരു ബന്ധമാണിത്. ആ യേശു ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ശരീരത്തിൽ അവയവമാണെങ്കിൽ അതാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെയാണ്, കണ്ണിന് ചെവിക്ക് നിന്നെ വേണ്ടെന്നാ, കണ്ണിന് ഞാൻ എൻ്റെ അവയവമല്ല അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയില്ല. അത് ഒരു അവയവം, നമ്മുടെ ശരീരത്തിലെ ഒരവയവങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ അതേപോലെ ആയിരിക്കും ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ശരീരത്തിലെ നിങ്ങൾ അതിലെ അംഗമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ആയിരിക്കും. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഇവിടെ യേശു ക്രിസ്തു ഒരു ശരീരമായി അല്ലയാ, വചനം മാംസം ധരിച്ചു അല്ലയാ, അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു അല്ലയാ. അപ്പോൾ ആ ജനിച്ച ആ ശരീരമായി തീർന്ന ആ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുക എന്നാണ് അവിടെ നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ നാം പറഞ്ഞിട്ടുണ്ട്, അവിടെ ആ ജനിച്ചവൻ അല്ല, ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ അവനിപ്പോൾ വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അല്ലയാ. അവനിപ്പോൾ ആത്മാവിന് ചേർന്ന വിധം അല്ലയാ, ആ ദൈവം ആത്മാവാകുന്നു അല്ലയാ, ആ ആത്മാവിന് ചേർന്ന വിധം അവൻ ദൈവപുത്രനായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ശരീരം അല്ലയാ, ജഡശരീരത്തിലേക്ക് അല്ല നാം പ്രവേശിക്കുന്നത്. ഇപ്പോൾ ആത്മാവാം ദൈവം
ആ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്കാണ്. അതിന് നാം പ്രവേശിക്കുന്നത് ഈ ശരീരത്താലല്ല, നാം ആത്മാവിനാലാണ് അവൻ്റെ ഭാഗമായിത്തീരുന്നത്. അതിനുവേണ്ടി നൽകിയിരിക്കുന്ന ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷയാണ് ഈ വചന ശുശ്രൂഷ. നമുക്കറിയാം, നമ്മുടെ ഈ ശരീരമല്ല ദൈവത്തിൻ്റെ ഈ ഇരിക്കുന്ന ശരീരമല്ല നമ്മുടെ ആ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിത്തീരുന്നത്. നമ്മൾ ഈ ശരീരത്താലല്ല. അപ്പോൾ ദാവീദിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പൂയിൽ ഉറങ്ങുന്നവർ എഴുന്നേൽക്കും, ദാവീദ് എന്നീ പോവുക, നീ എഴുന്നേൽക്കും അല്ലേ. അപ്പോൾ അവർ ജഡത്തിൽ മരിച്ചു കഴിഞ്ഞു അല്ലേ, അവർ എഴുന്നേൽക്കും എന്ന് പറഞ്ഞ പോലെ ഈ ശരീരം എപ്പോഴും മണ്ണിലേക്കുള്ളതാണ്. ഈ ശരീരം മണ്ണിലേക്ക് മടങ്ങാനുള്ളതാണ്. ഈ ശരീരമല്ല ദൈവത്തിനോട് ചേരുന്നത് അല്ലേ. നമ്മളിവിടെ ആത്മീയമായിട്ടാണ്, ആത്മാവിലാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് ദൈവത്തിലേക്ക് എത്തിക്കാമെന്ന് നാം വിചാരിക്കരുത്. ജെറമ്യാ 17:5 പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ ആശ്രയിക്കുകയും ശക്തിയെ അവലംബിക്കുകയും ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവൻ അഭിശബ്ദൻ. അവിടെ എന്ന് പറയുന്നത് മനുഷ്യനെ ആശ്രയിച്ച് അവൻ്റെ ഒരു ശരീരശക്തിയെ ആശ്രയിച്ചിട്ടല്ല ദൈവത്തിൻ്റെ ഈ രക്ഷ. ഇത് സുവിശേഷ പ്രസംഗത്തെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ ആശ്രയിച്ചിട്ടാണ്. മീക്ക 6:8 പറഞ്ഞിട്ടുണ്ട്, എന്താണ് ദൈവത്തിന് കരുണ കാണിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക, മറ്റുള്ളവരോട് ദയ കാണിക്കുക. അല്ലാതെ നിന്നോട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നീതി പ്രവർത്തിക്കുക. ഇതാണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ നിൻ്റെ ഏതെങ്കിലും നല്ല അനുഷ്ഠാനങ്ങളോ പ്രവർത്തികളോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഒരു ശരീരമായി തീരുന്ന നമ്മുടെ ഈ ശരീരമല്ല. ഇപ്പോൾ ഉൽപ്പത്തി പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ മാതാപിതാക്കൾ വിട്ട് സ്ത്രീയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും അല്ലേ. അവിടെ നോക്കുക, അവിടെ പറയുമ്പോൾ അവർ ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞാൽ ഒറ്റ ശരീരമാണോ? അവിടെ 2 ശരീരമില്ലേ? അപ്പോൾ ഈ ശരീരമല്ല ഒന്നാകുന്നത്. അവിടെ എന്തായിരിക്കും അവിടെ ഒന്നായത്? അവർ ആത്മാവിലാണ് ഒന്നായത് മനസ്സിലായി. ആ ആത്മാവിൽ അവർ ഒരു മനസ്സാകുന്നു. അതിനെയാണ് ഇവിടെ ഏക ശരീരമായി തീരുക എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് അവനോട് കൂടെ ഒന്നായി ചേർന്നില്ല മനസ്സിലായ. നമ്മൾ ആത്മാവിലാണ് അല്ലയാ. ആ ആത്മാവിലാകാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സുവിശേഷമാണ്. ഇവിടെ ഈ ശരീരത്തിനാണ് ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ ഈ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതിനെ ഭയപ്പെടേണ്ട മനസ്സിലായി. അപ്പോൾ സാത്താൻ അപ്പോൾ ഈ ശരീരത്തെ കൊല്ലാൻ അവന് കഴിയുമായിരിക്കും, പക്ഷെ അവനെ ഭയപ്പെടേണ്ടെന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. പക്ഷെ ഈ ശരീരത്തെയും ഈ ആത്മാവിനെയും നരകത്തിലെറിയാൻ കഴിയുന്നവനെ, അതാണ് ദൈവത്തെ ഭയപ്പെടുവിൻ അല്ലയ. അപ്പോൾ നമുക്കറിയാം, ഈ ശരീരമല്ല അല്ലയ, ആത്മാവാണ് മനസ്സിലായ. ഈ ആത്മാവിനെ നശിപ്പിക്കാൻ സാധാരണ കഴിയില്ല മനസ്സിലായ. അതുകൊണ്ട് നമ്മൾ ഈ ശരീരം കൊണ്ടല്ല, ഈ ആത്മാവ് കൊണ്ടാണ് ദൈവത്തോട് ഒന്നായി ചേരുന്നത്. ഇവിടെ ഈ ശരീരം എപ്പോഴും ബലഹീനമാണ്. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാർ കടന്നുറങ്ങിയപ്പോൾ മനസ്സിലായ. ആത്മാവ് സന്നദ്ധമായിരിക്കും, പക്ഷേ ശരീരം ബലഹീനമാണ് മനസ്സിലായ. ഈ ബലഹീനമായ ഒരു ശരീരമല്ല നാം യേശു ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നത്. ആത്മാവ് സന്നദ്ധമായിരിക്കുന്ന ഒരു ആത്മാവാണ്. ഈ ആത്മാവിലാണ് നാം അവൻ്റെ ശരീരമായി തീരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല അല്ലയാ. ശരീരം മണ്ണിലേക്ക് പോകാനുള്ളതാണ്. ഈ ശരീരം നമ്മളിപ്പോൾ അതുവരെ ദൈവത്തിന് സമർപ്പിക്കുക, അതാണ് മനസ്സിലായ. ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ആത്മാവിലാണ് അവൻ്റെ ശരീരമായി തീരുന്നത്. അല്ലാതെ നമ്മുടെ ഈ ഒരു ഉപകാരമില്ലാത്ത നശിച്ചു പോകുന്ന ഒരു ശരീരം കൊണ്ടല്ല. ഈ നശിച്ചു പോകുന്ന ശരീരത്തെ, ഈ നശിച്ചു പോകുന്ന ഒരു ഭക്ഷണം മനസ്സിലായ, നശ്വരമായൊരു ഭക്ഷണം കൊടുത്തിട്ടല്ല അല്ല. ഇതെല്ലാം ആത്മീയമാണ്. ആത്മാവിലാണ് നാം അവൻ്റെ ശരീരമായി തീരുന്നത്. അങ്ങനെ എല്ലാവരും ആത്മാവിൽ ഒന്നായി അങ്ങനെ എല്ലാവരും കൂടി ഒന്നാകുന്നതിനാണ് ഇവിടെ ക്രിസ്തു എന്നിവിടെ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നത്. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം അല്ലയാ. അപ്പോൾ യേശു ആണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇരിക്കുന്നത്? ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അപ്പം എന്നാണോ? അപ്പോൾ യേശു പറഞ്ഞിട്ടില്ലേ, ഞാൻ മുന്തിരിച്ചെടിയാണ് അല്ലയാ. അപ്പോൾ യേശു മുന്തിരിച്ചെടിയാണോ? യേശു വാതിലാണ് അങ്ങനെ. അതെല്ലാം ഉപമകളാണ് അല്ലയാ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. അപ്പം എന്താണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയത്? സ്വർഗത്തിൽ നിന്നിറങ്ങിയത് വചനമാണ് അല്ലയാ. ആ വചനത്തെ അപ്പമാണ്. അതാണ് പറഞ്ഞത്, ഇത് ഭക്ഷിക്കുവിൻ അല്ലയാ എന്ന് പറയുമ്പോൾ ആ അപ്പമാണ് ഇറങ്ങിയത്, അല്ല വചനമാണ് ഇറങ്ങിയത്. ഭക്ഷിക്കുവിൻ, ആ വചനം ഭക്ഷിക്കുവിൻ, അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ രക്തവും ശരീരവും ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അയ്യോ കുറേ ശിഷ്യന്മാർ പോയി, അയ്യോ എങ്ങനെ ഭക്ഷിക്കാൻ കഴിയും, ഈ വചനം കഠിനമാണ്. പക്ഷെ അവിടെ ആർക്ക് മനസ്സിലായി? പത്രോസിനൊക്കെ മനസ്സിലായി. അവർ പറഞ്ഞു, ഞങ്ങളിവിടെ പോകാനാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ അല്ലയാ. അവർക്ക് മനസ്സിലായി, ആ അപ്പവും അവൻ ആ സ്വർഗത്തിൽ നിന്നിറങ്ങിയ വചനമാണവൻ, ആ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. അവർക്കത് വ്യക്തമായി.
അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. സ്വർഗത്തിൽ നിന്ന് എന്താണ് ഇറങ്ങിയത്? വചനമാണ്, അല്ലേ? വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനമാണ് മാംസം ധരിച്ചത്, അതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത്. ആ വചനമാണ് ലോകത്തിന് ജീവൻ നൽകുന്നത്, അല്ലേ? അപ്പം എന്ന് പറയുന്നത് ദൈവം അവിടെ എല്ലാ ഉപമകളിലൂടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അപ്പം വന്നത്. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു മുന്തിരിച്ചെടിയല്ല, വാതിലല്ല, അപ്പമല്ല. യേശു ക്രിസ്തു വചനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ അതിലെങ്ങനെയാണ് നാം ആയിത്തീരുന്നത്, അല്ലേ? അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതി ജനിച്ചു, അല്ലേ? അവൻ ശരീരത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു, അല്ലേ? ഇപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അവനിപ്പോൾ ആത്മാവിൽ ദൈവപുത്രനായിരിക്കുന്നു. ആ ദൈവപുത്രനിലേക്കാണ്, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നാം ആകുന്നത്. അത് ആത്മാവിലാണ്, ആത്മീയ ശുശ്രൂഷയായ വചന ശുശ്രൂഷയിലൂടെയാണ്. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ദാവീദെല്ലാം ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്, അല്ലേ? അവിടെ ഒരു സ്വർഗരാജ്യം, ഇസ്രായേലിൽ ഒരു സ്വർഗരാജ്യം ദൈവം ഭരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ അവർ ആയിരുന്ന ആ ശരീരമെല്ലാം പൊടിയിലേക്ക് മടങ്ങി. അതുപോലെ നമ്മുടെ ശരീരവും പൊടിയിലേക്ക് മടങ്ങാനുള്ളതാണ്. നമ്മൾ ആ ശരീരമാണ് ദൈവത്തോട് ചേർക്കുന്നതെന്ന് വിചാരിച്ച് ആ ശരീരത്തിന് ഭക്ഷണം കൊടുത്ത് പോഷിപ്പിക്കരുത്. നമ്മൾ ആത്മാവിലാണ് നാം ദൈവത്തോട് ചേരുന്നത്. ഇപ്പോൾ ദൈവം ശക്തിയിൽ ആത്മാവിൽ ദൈവപുത്രനായിരിക്കുന്നു. അതുകൊണ്ടാണ് റോമ 7:4 പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നാം നിയമത്തിന് മരിച്ചവരായി, അല്ല? എന്തിനാണ് നിയമത്തിന്, അനുഷ്ഠാനങ്ങൾക്ക്, ആചാരങ്ങൾക്ക് എല്ലാം നാം മരിച്ചവരായി? എന്തിനാണ്? ആ ഉയർപ്പിക്കപ്പെട്ടവൻ്റെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകേണ്ടതിന്, മനസ്സിലായ? ആ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാൻ. ആ ഉയർപ്പിക്കപ്പെട്ടവൻ എങ്ങനെയാണ്? ഇപ്പോൾ ആത്മാവിൽ, വിശുദ്ധിയുടെ ആത്മാവിൽ അവൻ ദൈവപുത്രനായിരിക്കുന്നു, മനസ്സിലായ? അവൻ്റെ സ്വന്തമാണ് ആകുന്നത്, മനസ്സിലായ? ഇപ്പോൾ ജഡത്തിൽ നിന്ന്, മനസ്സിലായ? അവൻ ഉയർത്തെഴുന്നേറ്റു, അവനിപ്പോൾ ആത്മാവിൽ ദൈവപുത്രനായിരിക്കുന്നു. ആ ദൈവപുത്രൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാൻ നാം ആത്മാവിൽ അവിടത്തോട് ചേരുന്നു. റോമ 7:4 പറഞ്ഞിട്ട് എന്താണ്? ഈ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എന്നറിയുന്നു, മനസ്സിലായി? അതുകൊണ്ടാണ് ഈ ശരീരം ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞത്, മനസ്സിലായ? നമ്മൾ ഈ ശരീരം നോക്കരുത്, കാരണം ഈ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല. അപ്പോൾ ഈ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇച്ഛിക്കുന്നത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഈ നന്മ വസിക്കാത്ത ഈ ശരീരമാണോ നിങ്ങൾ ദൈവത്തിനോട് ചേർക്കാൻ പോകുന്നത്, അവൻ്റെ അവയവത്തിൻ്റെ ഭാഗമാകുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഈ മരണത്തിന് അധീനമായ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്, മനസ്സിലായ? അല്ലാതെ ഈ ശരീരം കൊണ്ട് പോകാനല്ല. ഈ ശരീരത്തിൽ നിന്നുള്ള മോചനമാണ്. ഇത് പാപത്തിന് അധീനമായ ശരീരമാണ്, മനസ്സിലായ? അതുകൊണ്ടാണ് ഈ ശരീരം അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പറയുന്നത്. കാരണം നമ്മുടെ ശരീരം പാപത്തിന് അധീനമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ്, അല്ലാതെ ഈ ശരീരമല്ല ദൈവത്തോട് ചേർക്കുന്നത്. മനസ്സിലാക്കുക, ഈ ശരീരമല്ല. ഈ ശരീരത്തിന് ബലഹീനമായി, നിയമങ്ങളെല്ലാം ബലഹീനമായി. ഇനിയും വീണ്ടും നിങ്ങൾ നിയമങ്ങൾ നൽകി പിന്നെയും പറ്റുമോ? അപ്പോൾ ദൈവം ബലഹീനമായി, അല്ലേ? അപ്പോൾ ശരീരത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു, ദൈവം ശരീരത്തിൽ ചെയ്തു. എന്നിട്ട് ആ ശരീരത്തിലേക്കാണോ? അല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധിരാത്മാവിന് വിധം ദൈവപുത്രനായിരിക്കുന്നു. ആ ആത്മാവ് ദൈവത്തോട് ചേരാണ്, അല്ലാതെ ഈ ശരീരം കൊണ്ട് ഒരു ശരീരത്തിലേക്ക് ചേർക്കാനല്ല. ശരീരങ്ങൾ, മനസ്സിലായ? ജഡശരീരം ഒന്നാകാനല്ല, അവിടെ ആത്മീയമായ ശരീരമായി തീരാനാണ്. അതാണ് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കാൻ, അല്ലേ? ആത്മാവിൽ ജീവിക്കാൻ. അപ്പോൾ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നമ്മിൽ സഫലമായിക്കൊള്ളും, അല്ലേ? നമ്മൾ ഒരു അനുഷ്ഠാനം ചെയ്യേണ്ടതില്ല. അതാണ് ഈ ശരീരമല്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്, മനസ്സിലായ? ഈ ശരീരമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കുക, എന്നാൽ മാത്രമേ അവൻ്റെ അവയവമായി തീരുകയുള്ളൂ. അതാണ് ശരീരം മൃതമാണ്. എങ്ങനെ? പാപനിമിത്തം മൃതമാണ്. ഈ സുവിശേഷം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ക്രിസ്തു നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതായിരിക്കും, അല്ലേ? ഈ ആത്മാവ്, നിങ്ങളുടെ ആത്മാവ് നിമിത്തം അവിടെ ആത്മാവാണ്. കാരണം ഈ ശരീരത്തിൻ്റെ ഈ നടക്കുന്ന ജീവനല്ല, അല്ലേ? അവിടെ ക്രിസ്തു നിങ്ങളിൽ വരുമ്പോൾ, അല്ലേ? ഈ പാപകരമായ മൃതമായ ഈ ശരീരത്തിൽ ഈ സുവിശേഷം കേട്ട് ക്രിസ്തു വരുമ്പോൾ നിൻ്റെ ആത്മാവ് നിമിത്തം ജീവനുള്ളതായിരിക്കും. ആത്മാവിലാണ്. അതാണ് ശരീരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും, മനസ്സിലായ? ജഡിക പ്രവണതയില്ല, ഈ ശരീരമല്ല, അല്ലയ? ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ആത്മാവ് നയിക്കുകയാണെങ്കിൽ, അതിന് സുവിശേഷ പ്രസംഗത്താൽ, വിശ്വാസത്താൽ നയിക്കപ്പെടുകയാണെങ്കിൽ, അപ്പോൾ നീ ആ ക്രിസ്തുവിനോടുകൂടിയായിരിക്കും, അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായിരിക്കും.
ഇവിടെ നോക്കി നമ്മുടെ ശരീരം അല്ല, അതും പുത്രലബ്ധിക്ക് വേണ്ടി വിലപിക്കുന്നു അല്ലേ? സകല സൃഷ്ടികളും അല്ലേ, ജീവജാലങ്ങളും മൃഗങ്ങളും എല്ലാം ഈ ഒരു അടിമത്തത്തിലാണ്. എല്ലാത്തിനും ഒരു മോചനം ലഭിക്കും. നിങ്ങൾ ഈ ശരീരത്തിന് ഒന്നും ചെയ്യേണ്ട. ഈ ശരീരം ദൈവത്തിന് ഒരു ബലിയായി ദൈവത്തിനായിട്ട് സമർപ്പിക്കുക അല്ലേ? ദൈവത്തിൻ്റെ ഇതിനെ സമർപ്പിക്കുക. നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല, നിൻ്റെ താല്പര്യങ്ങൾ, നിൻ്റെ മോഹങ്ങൾ അങ്ങനെ ജീവിക്കാനല്ല. ഇതൊരു ബലി എന്ന പോലെ ആ ശരീരം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കണം. നീ ഈ ശരീരത്തിൽ ജീവിച്ചാൽ നിന്നെ ഈ ജഡിക പ്രവണതകൾ നിന്നെ കീഴടക്കി, നിന്നെ ഈ ശരീരത്തിൽ വസിക്കുന്ന തിന്മകൾ നിന്നെ കീഴടക്കി നീ പാപത്തിലൂടെ മരണത്തിൽ തന്നെ പ്രവേശിക്കും അല്ലേ? ഈ ശരീരം നീ ഉപയോഗിക്കേണ്ട, അത് ദൈവത്തിന് കൊടുത്തേക്കുക. അത് അപ്പം കൊടുത്തിട്ടല്ല കൊടുക്കേണ്ടത്, വചനത്തിലുള്ള ജ്ഞാനത്താൽ നമ്മ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. അല്ലാതെ അപ്പം ഭക്ഷിക്കാനുള്ള അല്ല, ഈ ശരീരത്തിൽ നാം ക്രിസ്തുവിനെ ധരിക്കുവിൻ. നമ്മൾ ഈ വചനങ്ങൾ ധരിക്കുവിൻ, വചനത്തിൻ്റെ ജ്ഞാനം ധരിക്കുവിൻ. വിവേകത്തിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ വചനം അല്ലയാ. ഒരാഹാരവും നമ്മെ ദൈവത്തിൽ അടുപ്പിക്കുകയില്ല മനസ്സിലായ. ഈ ആഹാരമെല്ലാം ആഹാരത്തിനും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും നശിക്കും മനസ്സിലായ. അപ്പോൾ ഈ ജഡത്തിന് ആഹാരം കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. ഇത് പൊടിയിലേക്ക് മടങ്ങാനുള്ളതാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ അവയവമാകാനുള്ളതല്ല, ഇത് പൊടിയിലേക്ക് മടങ്ങാനുള്ളതാണ്. നീ ആത്മാവിലാണ് നീ ദൈവത്തോട് ചേരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവമാക്കുക, ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുക. വേശ്യയുടെ അവയവങ്ങളാക്കരുത് അല്ലേ? ഒരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും ശപിക്കപ്പെട്ടവനാണ് ക്രിസ്തു എന്ന് പറയില്ല മനസ്സിലായ. നീ നിൻ്റെ പ്രവർത്തികൾ കൊണ്ടാണ്, ഈ ശരീരം കൊണ്ടാണ്, ഈ പാവത്തിന് അധീനമായ ശരീരം കൊണ്ടാണ് നീ രക്ഷ പ്രാപിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. നീ പരിശുദ്ധാത്മാവിലായിരിക്കണം, ആത്മാവിനെ നയിക്കപ്പെട്ടുകൊണ്ടായിരിക്കണം. നിൻ്റെ അവയവങ്ങൾ ക്രിസ്തുവിന് കൊടുക്കുക, ക്രിസ്തുവിൻ്റെ ഗീതത്തിനനുസരിച്ച് നിൽക്കട്ടെ. അത് നശിച്ചു പോകുന്ന അപ്പം കൊണ്ടല്ല അല്ലയാ, അനശ്വരമായ ദൈവവചനം അല്ലയാ, അനശ്വരവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് ജനിക്കുക. നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാക്കുക മനസ്സിലായ. നിങ്ങളിൽ ആത്മാവ് വസിക്കട്ടെ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകട്ടെ അല്ലയാ. അവിടെ നിന്നാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനോ നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? നിങ്ങൾക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കുക, സുവിശേഷത്താൽ ഈ ആത്മാവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റുക. അതാണ് ദൈവത്തിൻ്റെ ആലയമായി, നീ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി. അല്ലാതെ ഈ ശരീരം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് അനുഷ്ഠാനം ചെയ്തിട്ട് ദൈവത്തിൻ്റെ ശരീരമാകുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് അല്ലേ? അപ്പോൾ അവിടെ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? അവിടെ ഏതെങ്കിലും അപ്പം എടുത്ത് ആർക്കെങ്കിലും കൊടുത്തോ? ഇല്ല. എന്താണ് പറഞ്ഞത്? എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അല്ലേ? ആ വാക്കുകൾ, ആ വചനം, ദൈവത്തിൻ്റെ പുത്രൻ, ആ വചനം ആത്മാവും ജീവനുമാണ്. അല്ലാതെ ഏതെങ്കിലും അപ്പം യേശു അവിടെ കൊടുത്തിട്ടില്ല. നമുക്കിവിടെ സ്വന്തമായിട്ടൊരു പ്രവൃത്തിയില്ല. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. നമുക്കിനി ആകുള്ളത് ഈ ശരീരത്തിലാണ്. ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുവിൻ. അത് അനുഷ്ഠാനങ്ങൾ കൊണ്ടല്ല, അത് നിൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആ ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിൽ, നിങ്ങൾ അപ്പം കഴിച്ചിട്ടാണെന്ന് വിചാരിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ അവൻ്റെ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണോ ജീവിക്കുന്നത്? ഒരു അവയവം വേദനിക്കുമ്പോൾ നിങ്ങൾ വേദനിക്കുന്നുണ്ടോ? അല്ലയാ, ഒരു ശരീരത്തിൻ്റെ ഒരു അവയവത്തെ നിങ്ങൾക്ക് അത്ര ബന്ധമാണത്. അങ്ങനെയാണോ നിങ്ങൾ ഈ അപ്പം കഴിച്ചിട്ട്? അത് ഈ ആത്മാവിലേ സാധിക്കുകയുള്ളൂ, വചന ശുശ്രൂഷയാലേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ലോകം മുഴുവൻ അപ്പം കഴിച്ചിട്ട് അവർ ഏത് ശരീരം ഒന്നായിത്തീർന്നു? എങ്ങനെ ക്രിസ്തുവിൽ ഒന്നായിത്തീരും? ഭർത്താവിൻ്റെ ശരീരത്തിൽ ഭാര്യയ്ക്ക് എല്ലാ അവകാശം, എങ്ങനെ അതിൻ്റെയാ ശരീരത്തിന്മേൽ ആർക്കാണ് അവകാശം? ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന്, ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്ക്. ഇവിടെ നോക്ക്, ഇവിടെ നിയമത്തെ സംബന്ധിച്ച് മരിച്ചവരായി നാം അല്ലയാ, ജഡത്തിൽ ബലഹീനമായി. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിന്മേൽ ഒരവകാശമില്ല അല്ലയാ. ഇവിടെ എല്ലാ ദൈവത്തിനാണ് അവകാശം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നമുക്ക് കാണപ്പെടുന്ന ഒരു പാനപാത്രമോ ഒരു അപ്പമോ ഇല്ല. നാം അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗഭാക്കാവുക എന്നുള്ളതാണ് മനസ്സിലായ. അത് ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ ഈ ശരീരത്തിന് ഭക്ഷണമോ പാനീയമോ കൊടുത്തിട്ടല്ല, ആത്മാവിലാണ്. കാരണം അവനിപ്പോൾ വിശുദ്ധരാത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവത്തിനായിരിക്കുന്നു. അവനോടാണ് നാം ചേരേണ്ടത്. അവനോട് ഒരാത്മാവായി നാം തീരുന്നു അല്ലയാ, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. ഉണ്ടോ? അപ്പം വന്നേ ഉള്ളൂ, ഒരു ക്രിസ്തുവേ ഉള്ളൂ, ഒരു ശരീരമേ ഉള്ളൂ. പലരായ നാം അതിൻ്റെ ഭാഗഭാക്കുകളാണ്.
അവൻ കൃതജ്ഞത അർപ്പിച്ച് മുറിച്ച് ഭക്ഷണമായി തന്നത് അവൻ്റെ വചനമാണ്, അവനെക്കുറിച്ചുള്ള സുവിശേഷമാണ്. അതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. അപ്പമാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. ആ അപ്പം ഭക്ഷിക്കുന്ന, ആ വചനം കേൾക്കുന്ന, അത് വിശ്വസിക്കുന്ന നീ യോഗ്യനായിരിക്കുക. ഒരു പാപത്തിലേക്കും പോകാതിരിക്കാൻ, ശരീരത്തിൻ്റെ പ്രവണതകളിൽ നകന്ന്, മനസ്സിലായ, ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കാൻ. നീ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചാൽ നീ വീണ്ടും പാപത്തിലേക്കും മരണത്തിലേക്കും പോകും. മനസ്സിലാക്കുക, പല അവയവങ്ങൾ ചേർന്ന് ഒരു ശരീരമായി തീരുന്ന പോലെ പലരായി നാം എല്ലാവരും ഒന്ന് ചേർന്ന് ക്രിസ്തുവിലായിത്തീരുന്നു. ഇവിടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും ഒന്നായിത്തീരുന്ന ആ അവസ്ഥയാണ് ക്രിസ്തു. അതാണ് ക്രിസ്തു. നമ്മുടെ എല്ലാം ഒരുമയാണ്, ഐക്യമാണ്, സ്നേഹത്തിൽ ഒന്നിച്ച് ചേർന്ന് ഈ സുവിശേഷം വിശ്വസിച്ച് ഏകമായി തീരുന്ന ആ അവസ്ഥയാണ് ഇവിടെ ക്രിസ്തു. ഈ അവയവത്തിൽ, ഈ അംഗങ്ങളിൽ ഭംഗിയുള്ള അവയവമോ ഭംഗി കുറഞ്ഞ അവയവങ്ങളോ പ്രാധാന്യം കുറഞ്ഞ അവയവങ്ങളോ ഇല്ലയാ എന്തെങ്കിലും കുറവുള്ള എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെല്ലാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതാണ് ക്രിസ്തു. അദ്ദേഹത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് പരിഗണിക്കാതെ അവൻ നമുക്ക് വേണ്ടി ശൂന്യമായി തീർന്നു, മനസ്സിലായ. അതേപോലെ നമ്മൾ എല്ലാം ഈ സ്നേഹത്തിൽ നമ്മളെല്ലാവരും ഒന്നായി തീരണം. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, അതാണ് ക്രിസ്തു. ഒരു ഭിന്നിപ്പമുണ്ടാകാതെ തുല്യതയോടെ വർത്തിക്കണം. അതാണ് ക്രിസ്തു. നിങ്ങൾ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും ഈ ശരീരം അഗ്നി ദഹിപ്പിക്കാൻ വിട്ടു കൊടുത്താലും ഇവിടെ ഉണ്ടാവേണ്ടത് സ്നേഹമാണ്. അല്ലാതെ ഈ ശരീരത്തെ അപ്പം കൊടുത്തിട്ട് ക്രിസ്തുവിനെ ആക്കാമെന്ന് വിചാരിക്കരുത്, മനസ്സിലായ. നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് സ്നേഹമാണ്. ഈ സ്നേഹമാണ് ഒന്നിച്ചു ചേരുന്നത്. ഇതാണ് ക്രിസ്തു, മനസ്സിലായ. ഒരവയവം പോലെ ആയിത്തീരുന്ന ഒരു ശരീരത്തിൻ്റെ അവയവം എന്ന പോലെ നിങ്ങളെല്ലാവരും ഒന്നായി ചേരുന്നതാണ് ക്രിസ്തു. അല്ലാതെ ശരീരം കൊണ്ട് രക്ഷ പ്രാപിക്കാമെന്ന് ഒരുവനും വിചാരിക്കേണ്ട. ഈ ശരീരമല്ല, മരിച്ചവർ അവർ വീട്ടിൽ നൽകും. അവ ഏത് തരം ശരീരത്തോടെ ആയിരിക്കും, അല്ലയാ. അവിടെ ദൈവ ശരീരം ഒരുക്കിയിട്ടുണ്ട്. ആ ശരീരം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ശരീരമാണ്. ദൈവത്തിൻ്റെ അവയവമായിരിക്കുന്ന ഒരു ശരീരമാണ്. ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും ഓരോ ശരീരം നൽകുന്നത് പോലെ നിങ്ങൾക്കും ദൈവത്തിലായിരിക്കുമ്പോൾ ഒരു സ്വർഗീയ ശരീരം നൽകപ്പെടും. വീണ്ടും മനസ്സിലാക്കുക, ഈ ശരീരത്തിനോ രക്തത്തിനോ ഇത് രണ്ടും നശ്വരമാണ്. നമുക്കറിയാം, നശിച്ചു പോകുന്നതാണ്. ഇത് ദൈവരാജ്യം സ്വന്തമാക്കുകയില്ല. അതായത് നശ്വരമായത് അനശ്വരമായതിനെ അവകാശമാക്കുകയില്ല. അപ്പോൾ നമ്മുടെ അവകാശം നമ്മുടെ ആത്മാവിനാലാണ് നാം ആകേണ്ടത്, ഈ ശരീരത്താലോ രക്തത്താലോ അല്ല. നമ്മുടെ ഈ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകണം, അല്ലേ. അതിന് അവനെക്കുറിച്ചുള്ള സുവിശേഷം. അവൻ നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ നിയമത്തിൽ നിന്ന് മോചിപ്പിച്ചു, അല്ലേ. അപ്രകാരം യേശു ക്രിസ്തു തന്നെ താഴ്ത്തി. ഇപ്രകാരമുള്ള സുവിശേഷത്താൽ നിങ്ങളിൽ അവൻ്റെ ജീവൻ വെളിപ്പെടും. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ശരീരത്തിൽ നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ കർത്താവിൽ നിന്ന് അകലെയായിരിക്കും. എന്നൊക്കെയോ നമുക്കറിയാം, ശരീരത്തോടു കൂടിയാണോ ആത്മാവോടു കൂടിയാണോ. ഇവിടെ പൗലോസ് ലീഗ തന്നെ പറഞ്ഞിട്ടുണ്ട്, 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. ശരീരത്തോടു കൂടിയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല, അല്ലേ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ശരീരത്തോടു കൂടിയാണോ ഈ ശരീരത്തെ ഭക്ഷണം കൊടുക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? അതറിയാവുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എപ്രകാരമാണ് ഈ ശരീരം. അതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്യരുത്. നമുക്കുള്ളത് ആത്മീയമാണ്, ആത്മീയ ശുശ്രൂഷയാണ്. ഈ ശരീരത്തിൽ ഒരു ശുശ്രൂഷയും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ മനസ്സിലാക്കുക, സുവിശേഷ പ്രസംഗത്താൽ ഇവിടെ ആത്മാവിലാണ് ആരംഭിച്ചത്. നിങ്ങളിത് ശരീരത്തിൽ കൊണ്ട് അവസാനിപ്പിക്കരുത്. നിങ്ങൾ ഭോഷന്മാരാകരുത്. ശരീരത്തിൽ നിന്നും അകന്നു നിൽക്കുക. ഈ അനുഷ്ഠാനം കൊണ്ടുവരുന്നവർ നിങ്ങളുടെ ശരീരത്തിൽ മേന്മ ഭാവിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാം പൂർത്തിയാക്കുന്നത് അവനിലാണ്. അവൻ ആത്മാവാണ്, അവൻ പ്രകാശമാണ്. നമ്മൾ വിജാതിയായിരുന്നപ്പോൾ, യഹൂദരല്ലാത്ത യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലഭിക്കാതിരുന്ന നമ്മൾ വിജാതിയായിരുന്നപ്പോൾ സംസാരശേഷിയിൽ അത് വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലയാ. അത് മാറി, അല്ലയാ. അന്ന് ശരീരത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നത്, അല്ലയാ. ശരീരത്തിലെ അനുഷ്ഠാനങ്ങൾ, അല്ലയാ. ഇപ്പോൾ അത് മാറി, അല്ലയാ. നമുക്ക് ഒരു ചട്ടവുമില്ല, ഒരു കൽപ്പനയുമില്ല. നമ്മെ അവൻ്റെ ശരീരത്താൽ അവനിതെല്ലാം ഇല്ലാതാക്കി, അല്ലയാ. ഈ വെളിപാടനുസരിച്ച്, ഈ സുവിശേഷം അനുസരിച്ച് വിജാതിയർ അവൻ്റെ ഈ സുവിശേഷത്താൽ അവൻ്റെ ഭാഗഭാക്കായി.
വിശ്വസിക്കുക, ഒരു ശരീരവും ഒരു ആത്മാവുമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുന്നത് ഈ സുവിശേഷമാണ്, ഈ ശുശ്രൂഷയാണ്. നമ്മളെ വിശുദ്ധരാക്കി പരിപൂർണരാക്കുകയും ചെയ്യുന്നത് ഈ ശുശ്രൂഷയാണ്, ഈ സുവിശേഷ ശുശ്രൂഷയാണ്. ആ സുവിശേഷത്താൽ നമ്മുടെ ശരീരം മുഴുവൻ സ്നേഹത്താൽ രൂപപ്പെടുകയാണ് വേണ്ടത്. വ്യാജം ഉപേക്ഷിക്കുക, സത്യമുള്ളവരായിത്തീരുക. ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. ആ ശരീരത്തിൻ്റെ നമ്മുടെ എല്ലാം രക്ഷകനും അവിടുന്ന് തന്നെ. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയിലോ ഒരു മനുഷ്യനിലോ നിങ്ങൾ ആശ്രയം വയ്ക്കരുത്. നീ നിൻ്റെ ശരീരത്തെ വെറുക്കുന്നില്ലെങ്കിൽ ക്രിസ്തു സഭയെ പരിപോഷിക്കുന്ന പോലെ നീ ആ ശരീരത്തെ കർത്താവിന് സമർപ്പിക്കുക. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരീരത്തിൽ തുടരുന്നത്, മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. മനസ്സിലായ? ക്രിസ്തു സ്വന്തമായ ശരീരമെടുത്ത് ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. മനസ്സിലായ? ആ ശരീരത്തിൽ ഒരു ബലിയർപ്പണം ചെയ്ത് നിങ്ങൾ ഒരു ശരീരത്തിൽ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ വളരേണ്ടത് ശിരസ്സാകുന്ന ആ ക്രിസ്തുവിൽ നിന്നാണ്, ആ ക്രിസ്തുവാകുന്ന ആ വചനത്തിൽ നിന്നാണ് നാം വളരേണ്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.